+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് ഒരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, കോഡൊമൈൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ആറാമത്തെ എപ്പിസോഡിൽ ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫും അവയുടെ ഡൊമൈൻ, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ ഒരു പോർഷനാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനു മുന്നേ ഒരു ചെറിയ ഡെഫിനിഷൻ. എ ഫംഗ്ഷൻ ഹൂസ് റേഞ്ച് either real number or subset of a real number, then that function is called a real valued function. എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ അതിന്റെ റേഞ്ച് ഒന്നുകിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. സച്ച് ഫംഗ്ഷൻസ് ആർ കോൾഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ആൾസോ ഇഫ് ദ ഡൊമൈൻ ഈസ് real number or a subset of real number, then that function is called simply a real function. Okay, definition നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് പരിചയപ്പെടാം, ഒപ്പം അവയുടെ ഗ്രാഫ്, ഡൊമൈൻ, റേഞ്ച് തുടങ്ങിയവ മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ? നോക്കിക്കോളൂ ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷൻ. A function f from real number to real number defined by f of x equal to x, comma x element of real number is called an identity function. എന്താണ്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? f of x equal to x, then that function is called an identity function. f of x നമുക്ക് വേണമെങ്കിൽ y എന്ന് കൊടുക്കാം. y equal to f of x equal to x, then that function is called എന്താണ്? an identity function. x ന് ഏത് വാല്യൂ കൊടുക്കുന്നോ അത് തന്നെയാണ് ആൻസർ വരുന്നത്. ഇമേജ് അത് തന്നെയാണ്. x ന് 1 കൊടുത്താൽ f of 1 എന്ത് വരും? 1. x ന് 2 കൊടുത്താൽ f of 2 എന്ത് വരും? 2. x ന് k കൊടുത്താൽ f of k എന്ത് വരും? k വരും. അല്ലെ, അകത്തിരിക്കുന്ന വാല്യൂ തന്നെയാണ് പുറത്ത് വരുന്നത്. അത്തരം ഫംഗ്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. ഗ്രാഫ് വരയ്ക്കാനൊക്കെ സ്കൂൾ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം, 2 ഡയമെൻഷണൽ പ്ലെയിനിൽ. ശരിയല്ലേ? ഓക്കെ, ഇവിടെ എന്താണ്? y ഈക്വൽ ടു x ആണ് ഫംഗ്ഷൻ. നോക്കിക്കോളൂ, ആദ്യം ഞാൻ x ന് 0 കൊടുക്കുന്നു. x ന് 0 കൊടുത്താൽ y യുടെ വാല്യൂ എന്താണ്? y ഈക്വൽ ടു 0, y വാല്യൂ 0. x ന് 1 കൊടുത്താൽ y വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. x ന് 2 കൊടുത്താൽ y വാല്യൂ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. x ന് 3 കൊടുത്താൽ y വാല്യൂ 3 തന്നെയാണ്. പോസിറ്റീവ് വാല്യൂ എല്ലാം അത് തന്നെ വരും. നെഗറ്റീവ് വാല്യൂ അങ്ങനെ തന്നെയാണ്. x ന് -1 കൊടുത്താൽ f of -1 ഈക്വൽ ടു എന്ത് തന്നെയാണ്? -1. ഒരുപാട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. -2 കൊടുത്താൽ -2, -3 കൊടുത്താൽ എന്ത് തന്നെ വരും? -3 തന്നെ വരും. ഈ പോയിന്റ്സ് അവിടെ പ്ലോട്ട് ചെയ്യുക. പറഞ്ഞോ, x 0 ആകുമ്പോൾ y വാല്യൂ 0, ദാറ്റ് ഈസ് ഒറിജിൻ. നിങ്ങൾക്കറിയാം 0,0 ചെറിയൊരു ഇൻഡു ഇട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് x 1 ആകുമ്പോൾ y എന്താണ്? 1, 1, 1 എന്നാണ് പോയിന്റ്. x ആക്സിസിൽ 1, ഹൈറ്റ് 1 ഇൻഡു ഇടുക. നെക്സ്റ്റ് x 2, y 2, 2,2 എങ്ങനെയാണ്? x ആക്സിസിൽ 2, ഹൈറ്റ് 2. നെക്സ്റ്റ് x ആക്സിസിൽ 3, y ആക്സിസിൽ 3, x കോർഡിനേറ്റ് 3, ഹൈറ്റും 3, അപ്പോൾ ഈ പോയിന്റ്. ശരിയല്ലേ? അതേപോലെ 4,4 ഒക്കെ മാർക്ക് ചെയ്യാം, മതി. നെക്സ്റ്റ് x -1 ആകുമ്പോൾ y വാല്യൂ -1, x ആക്സിസിൽ -1 ദിസ് 1, y ആക്സിസിൽ -1 എന്താണ്? നേരെ അല്ലെ ഇവിടെ പ്ലോട്ട് ചെയ്യാം. അല്ലെ, ഇതൊക്കെ അറിയാലല്ലേ? ഗ്രാഫ് വരയ്ക്കാൻ അറിയാം, x ആക്സ് y ആക്സ് ഒക്കെ വരയ്ക്കാൻ അറിയാം. ആ ഒരു അനുമാനത്തിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ x -1 ആകുമ്പോൾ y വാല്യൂ -1, ഈ പോയിന്റ്. നെക്സ്റ്റ് x -2 കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എന്തിനാണ്? -2. -2 ന് നേരെ y വാല്യൂ -2 ഇവിടെ അല്ലേ, ഇൻറ്റു കൊടുക്കുക. നെക്സ്റ്റ് -3 നേരെ -3 കൊടുത്തു. ഇപ്പൊ കുറെ അധികം ഞാൻ പോയിന്റ് പ്ലോട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക സ്കെയിൽ ഉപയോഗിച്ച്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്? എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, വിച്ച് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ? 0,0. ഇനി ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, അതാണ് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡൊമൈൻ.
നമുക്ക് ഈ ഫംഗ്ഷൻ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻഡ് ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ കാണാൻ സാധിക്കും. സോ എക്സ് എന്താണ് റിയൽ നമ്പർ ആണ്. സോ ഡൊമൈൻ എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. ഇനി റേഞ്ച്, നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ, എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് കിട്ടുന്ന വാല്യൂ, അതിനെയാണ് എന്ത് പറയുന്നത് റേഞ്ച് അല്ലെ. സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ്, അതാണ് റേഞ്ച്. എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ, എക്സിന് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് അതല്ലേ വൈയുടെയും വാല്യൂ. ഇവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂ തന്നെയാണ് വൈയുടെയും വാല്യൂ, അതായത് ഡൊമൈൻ തന്നെയാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയാം. ഇത് ഞാൻ ഫംഗ്ഷനെ ബേസ് ചെയ്ത് പറഞ്ഞു. ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡൊമൈനും റേഞ്ചും പറയാം നോക്കിക്കോളൂ. ഗ്രാഫ് വരച്ചു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ. ഇനി ഇവിടെയുള്ള ഏത് എക്സ് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈ വാല്യൂ കണ്ടെത്താൻ പറ്റും. നോക്കിയോക്കെ, എക്സ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈൻ നോക്കിയാൽ നമുക്ക് ഒരു വൈ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ലെഫ്റ്റിലോട്ട് വന്നാലും ഏത് എക്സ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ വാല്യൂ ഉണ്ട്. സോ എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ ഉള്ളത് കൊണ്ട് ഡൊമൈൻ എന്തെന്ന് പറയും, ക്യാപിറ്റൽ ആർ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ്, വൈ വാല്യൂ അങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് എന്താണ് മേളിലോട്ട് നോക്കി നോക്ക്, വൈ വാല്യൂസ് എല്ലാം എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് വൈ വാല്യൂസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് വൈ ആക്സിസിൽ മൊത്തം ഈ ലൈൻ കടന്നു പോകുന്നുണ്ട്. സോ ക്ലിയർലി റേഞ്ചും എന്ത് തന്നെയാണ്, ആർ തന്നെയാണ്. കൂടുതൽ എക്സാമ്പിൾസ് പരിചയപ്പെടുമ്പോൾ ഇത് ക്ലിയർ ആകും. സെക്കൻഡ് ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താണ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? പേരിൽ തന്നെയുണ്ട്, ആൻസർ എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എ ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഞാൻ അത് സി എന്ന് കൊടുക്കുന്നു. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താണ്, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, സി തന്നെ ആയിരിക്കും. എഫ് ഓഫ് 1 സി, എഫ് ഓഫ് 2 സി, എഫ് ഓഫ് -1 സി, എഫ് ഓഫ് -100 എന്നാൽ ആൻസർ എന്താണ്, സി തന്നെയാണ്. സോ എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇനി ഇതിന്റെ ഗ്രാഫ് എന്താണ്, 0 യുടെ ഇമേജ്. എക്സിന് 0 കൊടുത്താൽ എന്തിനെ കിട്ടും, സി. എക്സിന് 1 കൊടുത്താലും എന്തിനെ കിട്ടും, സി. 2 കൊടുത്താലും സി, 3 കൊടുത്താലും സി. ഏത് വാല്യൂ, എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും കിട്ടുന്ന വൈ വാല്യൂ എന്ത് തന്നെയാണ്, ആ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ഹിയർ സി എന്ന് ഞാൻ എടുത്തു. ചിലർ കെ എന്ന് എടുക്കാറുണ്ട്, ഞാൻ ഇവിടെ സി എന്ന് എടുത്തു. ഇനി ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ സി എന്ന പോയിന്റ് ഇവിടെ നിന്ന് ഗസ് ചെയ്യണം. സി ഞാൻ സാങ്കല്പികമായിട്ടുള്ള എടുത്ത ഒരു റിയൽ നമ്പറാണ്. അത് സപ്പോസ് ഈ 2നും 3നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് എന്തെന്നിരിക്കട്ടെ, സി എന്ന് ഇരിക്കട്ടെ. ഊഹിക്കൂ, നഷ്ടമൊന്നുമില്ലല്ലോ. സോ സി അവിടെ അസൈൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സി എവിടെ നിന്ന് വിചാരിച്ചോളൂ, ഇവിടെ നിന്ന് വിചാരിച്ചോളൂ. എവിടെയെങ്കിലും വൈ ആക്സിസിലെ ഒരു പോയിന്റ് ആയിട്ട് ഒന്ന് എടുക്കുക, സി എടുക്കുക. ഞാൻ ഇവിടെ എടുത്തു. ഇനി പോയിന്റ് മാർക്ക് ചെയ്യുക. 0യുടെ ഇമേജ് സി. 0 എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ എന്താണ്, സി ഇൻറ്റു കിട്ടും. എക്സ് 1 ആകുമ്പോൾ വൈ വാല്യൂ എന്താണ്, സി തന്നെയാണ്. എക്സ് 2 ആകുമ്പോൾ വൈ വാല്യൂ എന്ത് തന്നെയാണ്, സി തന്നെയാണ്. എക്സ് 3 ആകുമ്പോൾ വൈ വാല്യൂ സി തന്നെയാണ്. 4 വന്നാലും സി തന്നെയാണ്. -1 വന്നാലും ആൻസർ എന്ത് തന്നെയാണ്, സി തന്നെയാണ്. -2 വന്നാലും സി തന്നെയാണ്. -3 വന്നാലും സി തന്നെയാണ്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മറ്റൊരു ലൈൻ കിട്ടും. ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്, ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഓൾവേസ് പാരലൽ ടു എന്തായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും. വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. വളരെ ക്ലിയർ ആണ് ഐഡിയ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഗ്രാഫ് പരിചയപ്പെട്ടു, ഉടൻ തന്നെ ഡൊമൈൻ പറയാം. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ എന്തുണ്ട്, വൈ വാല്യൂ ഉണ്ട്. നോക്കി നോക്കുക, ഇവിടെയൊക്കെ എന്തുണ്ട്, വൈ വാല്യൂസ് ഉണ്ട്. സോ ഡൊമൈൻ എന്താണ്, ആർ. വാട്ട് ഈസ് ദ റേഞ്ച്? വൈ വാല്യൂ. ഇവിടുത്തെ വൈ വാല്യൂ ഏതാണ്, ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ഒരൊറ്റ പോയിന്റ്. വൈ ആക്സിസിൽ ഒരൊറ്റ പോയിന്റിൽ കൂടെയാണ് പോയിന്റ്സ് പോകുന്നത്. ആ പോയിന്റ് ഏതാണ്, സി. സോ ഓൺലി 1 പോയിന്റ്, ദാറ്റ് ഈസ് സെറ്റ് സി. സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ്, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ വൈ വാല്യൂ എന്ത് മാത്രമാണ്, സി മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കി നോക്ക്, സി മാത്രമല്ലേ ഉള്ളൂ. സോ ക്ലിയർലി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് സി എന്ന് എഴുതണം, വെറും സി എന്ന് എഴുതി കളയരുത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, മോഡുലസ് ഫംഗ്ഷൻ. A function f from real number to real number defined by f of x equal to mod x, x element of r is called a modulus function. Mod x.
കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് നിങ്ങൾക്ക് പരിചയമുണ്ട് ഈ സംഗതി, അതിലേക്ക് വരാം. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആദ്യം പറയാം. എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് 0യോ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സ് തന്നെയാണ് മോഡ് എക്സ്. ഇനി മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0, എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ എന്താണ്? മൈനസ് എക്സ്. എക്സ് ലെസ് ദാൻ 0 മീൻസ് എന്താണ്? എക്സ് ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ, ദെൻ മോഡ് എക്സ് ഈസ് എന്താണ്? മൈനസ് എക്സ്. എക്സാമ്പിൾ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡ് 2? മോഡുലസ് ഓഫ് 2, 2 ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അത് തന്നെയാണ്, 2 തന്നെയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് -2? മോഡുലസ് വന്നാൽ നിങ്ങൾക്കറിയാം എല്ലായ്പ്പോഴും പോസിറ്റീവ് വാല്യൂ എഴുതണം എന്നറിയാം അല്ലേ? പക്ഷെ സാറിന്റെ മൈനസ് അല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ആവശ്യമില്ല. ഞാൻ പറഞ്ഞതാണ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സ്. ഇവിടെ എക്സ് എന്താണ്? -2. അപ്പൊ മോഡ് എക്സ് എന്ത് വരും? -2. ദാറ്റ് ഈസ് എന്താണ്? +2. കഥ പിടികിട്ടിയായിരുന്നോ? എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ -x. അപ്പൊ ഇവിടെ എക്സ് നെഗറ്റീവ് ആണ് -2. അപ്പൊ മോഡ് -2 എന്താണ്? -2 ദാറ്റ് ഈസ് +2. അതിന്റെ ഒന്നും ആവശ്യമില്ല. മോഡുലസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ വന്നാൽ ആൻസർ എന്താണ്? പോസിറ്റീവ്. പോസിറ്റീവ് വന്നാലും ആൻസർ എന്തിനാണ്? പോസിറ്റീവ്. വാട്ട് ഈസ് മോഡ് 0? യാതൊരു കൺഫ്യൂഷനും വേണ്ട, 0 തന്നെയാണ്. കാരണം ഈക്വൽ ടു വരുമ്പോൾ അത് തന്നെയാണ്. വാട്ട് ഈസ് മോഡ് -3.2? ഈക്വൽ ടു എന്ത് വരും? +3.2 അല്ലെ? നെഗറ്റീവ് നമ്പർ വന്നാൽ പോസിറ്റീവ് ആക്കി എഴുതുക. മോഡ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനാണ്? 5 തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മോഡുലസ് വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. എന്ത് കാണണം? പോയിന്റ്സ്. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് പറഞ്ഞോളൂ. എക്സ് 0 ആകുമ്പോൾ അല്ലെ ഇവിടെ കൊടുക്കാം മോഡ് 0. മോഡ് 0 എന്തിനാണ്? 0. എക്സ് 1 ആകുമ്പോൾ മോഡ് 1. എക്സ് 2 ആകുമ്പോൾ മോഡുലസ് ഓഫ് 2. എക്സ് 3 ആകുമ്പോൾ മോഡുലസ് 3 എന്താണ്? 3 തന്നെയാണ്. എക്സ് -1 ആകുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ +1. എക്സ് -2 ആകുമ്പോൾ മോഡുലസ് വാല്യൂ +2. മോഡുലസ് ഓഫ് -2 +2 നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഇതെന്ത് വരും? +3. പോയിന്റ്സ് കിട്ടി. ഗ്രാഫ് വരയ്ക്കണം. പറഞ്ഞോ, 0യുടെ y വാല്യൂ 0 തന്നെയാണ്. ഇൻടു 2. നെക്സ്റ്റ് എക്സ് 1 ആകുമ്പോൾ y വാല്യൂ 1. എക്സ് 1 ആകുമ്പോൾ y വാല്യൂ 1. എക്സ് 2 ആകുമ്പോൾ y വാല്യൂ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. എക്സ് 3 ആകുമ്പോൾ y വാല്യൂ എന്താണ്? 3 തന്നെയാണ്. എക്സ് 4 ആയാൽ y വാല്യൂ 4 തന്നെയാണ്. തൽക്കാലം അത് മതി. നെക്സ്റ്റ് നെഗറ്റീവ് വാല്യൂസ് എടുക്കുക. എക്സ് -1 ആകുമ്പോൾ y വാല്യൂ എന്താണ്? +1. എക്സ് -2 ആകുമ്പോൾ y വാല്യൂ എന്താണ്? +2. നെക്സ്റ്റ് എക്സ് -3 ആകുമ്പോൾ y വാല്യൂ എന്താണ്? +3. ഇനി എന്ത് ചെയ്യുക? സ്കെയിൽ എടുക്കുക, ഈ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. നെക്സ്റ്റ് അതുപോലെ ഇവിടെയും പ്ലോട്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വി ഷേപ്പ് കിട്ടും. വി ഷേപ്പ്, അതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചു കാലം കൊണ്ട് എക്സാമിനേഷന് ഗ്രാഫ് തന്നിരിക്കും, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വി ഷേപ്പ് ഇവിടെ ഒറിജിനൽ കട്ട് ചെയ്ത് പോവുകയാണ് അല്ലെ? ഇങ്ങനെ വന്നിട്ട് ബെൻഡ് ചെയ്ത് പോകുന്നു. സോ വി ഷേപ്പ്. ഇതെന്തിന്റെ ഗ്രാഫാണ്? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഉടൻ തന്നെ ഈ ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പറഞ്ഞോ, എന്താണ് ഡൊമൈൻ? ഏത് എക്സ് വാല്യൂ എടുത്താലും അതിനെന്തുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ റേഞ്ച്? വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് റേഞ്ച്? y വാല്യൂസ്. y വാല്യൂസ് എന്താണ്? മേലോട്ട്. താഴോട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. only for non negative real numbers. നെഗറ്റീവ് അല്ലാത്ത റിയൽ നമ്പേഴ്സിന് മാത്രമേ y വാല്യൂസ് ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ എഴുതാം? നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ആരുടെ റേഞ്ച്? മോഡുലസ് ഫംഗ്ഷന്റെ റേഞ്ച് അല്ലെ? നെഗറ്റീവ് അല്ലാത്ത റിയൽ നമ്പർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർവെലിന്റെ ഭാഷയിൽ എഴുതാം. എന്ത് വരും പറഞ്ഞോ? ഈക്വൽ ടു റേഞ്ച് നെഗറ്റീവ് അല്ലാത്ത റിയൽ നമ്പർ, അതായത് 0 ആകാം. ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ 0, ഇൻഫിനിറ്റി ഓപ്പൺ ഇന്റർവൽ. ഇൻഫിനിറ്റി എഴുതുമ്പോൾ എപ്പോഴും ഓപ്പൺ ഇന്റർവൽ കൊടുക്കുക. 0 മുതൽ ഇൻഫിനിറ്റി വരെ, ഇൻക്ലൂഡിംഗ് 0 ആണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് എന്തായിട്ട് വരും? റേഞ്ചിനകത്ത് വരും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? നോക്കിക്കോളൂ. എ ഫംഗ്ഷൻ
f from real number to real number defined by f of x equal to minus 1 when x less than 0. 0 if x equal to 0 and plus 1 when x greater than 0 is called a signum function. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? എക്സ് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ y വാല്യൂ എപ്പോഴും എന്തായിരിക്കും? -1. ഫംഗ്ഷന്റെ വാല്യൂ -1. എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 0. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ ഓൾവേസ് എന്താണ്? 1. ഒരു പ്രാവശ്യം ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ചോദിച്ചത്. If f is a signum function, then what is the value of f of 100? നിങ്ങൾ പറയും എന്താണ്? എക്സ് പോസിറ്റീവ് നമ്പർ അല്ലേ? ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വാല്യൂ എന്താണ്? 1. ഫംഗ്ഷന്റെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ what is the value of f of -5? നെഗറ്റീവ് നമ്പർ വന്നാൽ ഫംഗ്ഷന്റെ വാല്യൂ ഓൾവേസ് -1. ഏത് നെഗറ്റീവ് നമ്പറിനും ഫംഗ്ഷന്റെ y വാല്യൂ എന്ത് തന്നെയാണ്? -1. ആശയം പിടി കിട്ടി കാണും അല്ലേ? ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്? സിഗ്നം ഫംഗ്ഷൻ. നെക്സ്റ്റ് ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ x കോർഡിനേറ്റ് എഴുതുന്നു, y വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. നോക്കിക്കോളൂ, x 0 ആകുമ്പോൾ y വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ 0 തന്നെയാണ്. അപ്പൊ 0,0. അടുത്ത് x പോസിറ്റീവ് ആണെങ്കിൽ എല്ലായ്പ്പോഴും y വാല്യൂ 1 ആണ്. അതായത് x 1 ആകുമ്പോൾ y വാല്യൂ 1 തന്നെയാണ്. x 2 ആകുമ്പോൾ y വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. x 3 ആയാലും y വാല്യൂ 1. 3.5 ആയാലും 1 തന്നെയാണ്. അറിയാം. 4 ആയാലും 1 തന്നെയാണ്. 4.2 ആയാലും y വാല്യൂ 1 തന്നെയാണ്. ഇനി നെഗറ്റീവ് വാല്യൂയിലേക്ക് വാ. നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ x നെഗറ്റീവ് ആണെങ്കിൽ y വാല്യൂ എല്ലായ്പ്പോഴും -1. അതായത് -1 വന്നാൽ അതിന്റെ ഇമേജ് എന്താണ്? -1 ആണ്. -2 വന്നാൽ ഇമേജ് എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. എല്ലാ നെഗറ്റീവ് നമ്പറിന്റെ y വാല്യൂ -1. -3 വന്നാലും -1 തന്നെയാണ്. -3.5 വന്നാലും എന്ത് തന്നെയാണ്? -1. -1.5 വന്നാലും എന്ത് തന്നെയാണ്? -1. അപ്പൊ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നേരത്തെ പോലെ ഒറ്റ വടിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല അല്ലെ? 2 സ്റ്റെപ്പായിട്ട് വരയ്ക്കാനേ പറ്റത്തുള്ളൂ. നോക്കിക്കോ, ആദ്യം ഇത് വരയ്ക്കാം. x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഈ പോയിന്റ് ഇവിടെ എന്ത് ചെയ്യത്തില്ല? ടച്ച് ചെയ്യത്തില്ല. കാരണം 0യുടെ ഇമേജ് 1 ആണോ? ഈ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിന് മീറ്റ് ചെയ്യിപ്പിച്ചാൽ 0യുടെ ഇമേജ് എന്തായിപ്പോ? 1 എന്നായിപ്പോ. പക്ഷേ 0യുടെ ഇമേജ് എന്താണ്? 0 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്മോൾ സർക്കിൾ ഇടുന്നു. എന്ന് പറഞ്ഞാൽ 0യുടെ ഇമേജ് 0 തന്നെയാണ്. അതിനുശേഷം വരുന്ന എല്ലാ പോയിന്റിന്റെയും, അതായത് 0.1, 0.2 എല്ലാ പോസിറ്റീവ് നമ്പറിന്റെയും y വാല്യൂ എന്തെന്ന് മനസ്സിലാകും? 1 ആണെന്ന് മനസ്സിലാകും. പറഞ്ഞ പിടി കിട്ടിയായിരുന്നു. അതുപോലെ താഴെ നെഗറ്റീവ് നമ്പർ വരുമ്പോൾ എല്ലാ വാല്യൂ എന്താണ്? -1 ആണ്. സോ -1 വെച്ച് x ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. ഇവിടെയും ഈ ലൈൻ എവിടെ മീറ്റ് ചെയ്യാൻ പാടില്ല? y ആക്സിസിൽ മീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം 0യുടെ ഇമേജ് ഇവിടെ മീറ്റ് ചെയ്താൽ -1 ആയി പോകും. അപ്പൊ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുക? ഒരു സ്മോൾ സർക്കിൾ ഇടുക. 0യുടെ ഇമേജ് 0 ആണ് എന്ന് കാണിക്കാൻ ഇവിടെ എന്ത് ചെയ്യുക? ഒന്ന് ഡാർക്കൺ ചെയ്യുക. വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ, ഡിഫൈൻ ദ ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് സിഗ്നം ഫംഗ്ഷൻ. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇനി ഇതിന്റെ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്താണ് മനസ്സിലാക്കുക. ഡൊമൈൻ ഏത് x വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? y വാല്യൂ കാണാൻ സാധിക്കും. സോ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താണ്? ഏത് റിയൽ നമ്പർ എടുത്താലും 3 വാല്യൂ മാത്രമേ y വാല്യൂ ആയിട്ട് വരുന്നുള്ളൂ. 3 വാല്യൂ. ഒന്നെന്താണ്? +1 കൂടി പോകുന്നു, മറ്റൊന്ന് -1 കൂടി പോകുന്നു, മറ്റൊന്ന് 0. അല്ലെങ്കിൽ തന്നെ ഫംഗ്ഷൻ നോക്കിയൊക്കെ എല്ലാ റിയൽ നമ്പറിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 3 പോയിന്റിലാണ്. വാല്യൂ എന്താണ്? -1 ആകാം, 0 ആകാം, 1 ആകാം. വേറൊരു y വാല്യൂ കിട്ടുമോ? ഇല്ല. സോ സിഗ്നം ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് -1,0,1. വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ? നോക്കിക്കോളൂ. എ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ f of x equal to ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് x എഴുതുക, കോമ x element of r assumes the value of the greatest integer less than or equal to x is called a greatest integer function.
എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം എക്സാമ്പിൾ വഴി. We have to find greatest integer value of plus 2.5. എന്തായിരിക്കും? 2.5 മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ. അപ്പൊ എന്താണ് ഇന്റിജർ എന്നറിയണം. നിങ്ങൾക്കറിയാം 0, 1, 2, 3 എക്സെട്ര. അങ്ങോട്ട് പോകും. ലെഫ്റ്റ് സൈഡിൽ -1, -2, -3 എക്സെട്ര. 2.5 മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ 2.5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അതിന് മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ എന്താണ്? 2. സോ വാല്യൂ എന്താണ്? 2. What is greatest integer value of 0.6? 0.6 മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ 0.6 എവിടെ വരും? 0ക്ക് 1ന് ഇടയ്ക്ക് അല്ലേ? 0.1, 0.2 അങ്ങനെ 0.6 ഇവിടെ വരും. അതിന് മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ എന്താണ്? 0. സോ വാല്യൂ എന്താണ്? 0. What is 0.9? 0.9 എന്ന് പറഞ്ഞ് 1 എഴുതി കളയരുത്. 0.9 എവിടെ വരും? ഇവിടെ 1നോട് വളരെ ചേർന്ന് ഇവിടെ വരും അല്ലേ? അപ്പോൾ 0.9 മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ ദാറ്റ് ഈസ് 0. പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതുകൂടെ എഴുതിയത്. ക്ലിയർ? What is the greatest integer value of 3? 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്തിനാണ്? 3 തന്നെയാണ്. 3യോ അതിന് മുന്നേയുള്ള അല്ലേ? ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്. അതാണെങ്കിൽ അത് തന്നെ അല്ലേ? ഇന്റിജർ 3 ആണെങ്കിൽ ആ 3 തന്നെയാണ്. ഇന്റിജർ വാല്യൂ എന്നാൽ ആ ഇന്റിജർ വാല്യൂ തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് -2.5? ഇതാണ് ഞാൻ ആദ്യം എഴുതാൻ പോയത്. -2.5 മുന്നേയുള്ള ഏറ്റവും വലിയ ഇന്റിജർ പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. -2.5 എവിടെ വരും? ഇവിടെയല്ല. ഇത് -1ന് -1.5 ഇവിടെ വരും. -2.5 എവിടെ വരും? ഇവിടെ വരും. -2.5 മുന്നേയുള്ള അതിന് മുന്നേയുള്ള ചെറുതായിട്ടുള്ള ഇന്റിജർ ഏതാണ്? -3. സോ -3. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് -0.5? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് -0.5 എന്തായിരിക്കും? -0.5 എവിടെ വരും? ഇത് 0. -0.5 ഇവിടെയാണ്. അതിന് മുന്നേയുള്ള ഇന്റിജർ ഏറ്റവും വലിയ ഇന്റിജർ ദാറ്റ് ഈസ് -1. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ വാട്ട് ഈസ് ദ ഡൊമൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ? ഏത് റിയൽ നമ്പർ കൊടുത്താലും നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. സോ ഡൊമൈൻ ക്യാപിറ്റൽ R. വാട്ട് ഈസ് ദ റേഞ്ച്? ഏത് റിയൽ നമ്പറിന് നമുക്ക് y വാല്യൂസ് കിട്ടും, ഇമേജ് കിട്ടും. ആ കിട്ടുന്നതെല്ലാം എന്തായിരിക്കും? ഇന്റിജേഴ്സ്. 0, 1, 2, 3 -1, -2, -3 ഇന്റിജേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ ആൻസർ ആയിട്ട്. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ക്യാപിറ്റൽ Z സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. ഗ്രാഫ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രാഫ് ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുക, വളരെ മനോഹരമായ ഒരു ഫംഗ്ഷൻ അല്ലെ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. നോക്കി നോക്ക്, അതിന്റെ ഗ്രാഫ് എങ്ങനെയാ പോകുന്നത്? സ്റ്റെപ്പ് ആയിട്ട് പോകുന്നു. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കോൾഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതെങ്ങനെ പ്ലോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം 0 മുതൽ 1 വരെയുള്ള പോയിന്റുകളുടെ 1 വരത്തില്ല, 1ന് മുന്നേയുള്ള പോയിന്റുകളുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്താണ്? 0. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് 0.6 0, 0.90. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0. അതായത് 0 മുതൽ ഇവിടെ 0.99 വരെയുള്ള എല്ലാ റിയൽ നമ്പറിന്റെയും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ളത് 0. അടുത്ത 1ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ 1. അടുത്ത് 1 മുതൽ 1.99 വരെ വരുന്ന വാല്യൂവിന്റെ ഇമേജ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. എന്നാൽ 2ന്റെ ഇമേജ് 1 ആണോ? അല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു സ്മോൾ സർക്കിൾ ഇട്ടത്. 2ന്റെ ഇമേജ് എന്താണ്? 2. അടുത്ത് 2 മുതൽ 2.99 വരെ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അടുത്ത് 3 വരുമ്പോൾ ഇമേജ് 2 ആണോ? അല്ല, 3 ആണ്. അപ്പൊ നേരെ 3ലേക്ക് പോയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരു സ്മോൾ സർക്കിൾ. അതേപോലെ 3 മുതൽ 3.99 വരെയുള്ള റിയൽ നമ്പറിന്റെ ഇമേജ് എന്ത് തന്നെ വരും? 3 വരും. അതേപോലെ 4ന്റെ ഇമേജ് എന്താണ്? 4 ആണ്. അതുകൊണ്ടാണ് 3 അവിടെ ഈ 4ന് നേരെ സ്മോൾ സർക്കിൾ ഇട്ടത്. അപ്പൊ റൈറ്റ് സൈഡ് ആയി. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇവിടെ -0.5 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്താണ്? -1. അപ്പൊ -0.5 വരുമ്പോ -1. -1 വന്നാൽ എന്ത് തന്നെയാണ്? -1. അപ്പൊ -1 മുതൽ ഇതുവരെ അല്ലെ? അപ്പൊ എന്ത് കൊടുക്കണം? -1ന് നേരെ വരയ്ക്കുക. പക്ഷെ -1ൽ ഇവിടെ എന്ത് കൊടുക്കുക? സ്മോൾ സർക്കിൾ. കാരണം 0യുടെ ഇമേജ് എന്തല്ല? -1 അല്ല. അതുകൊണ്ടാണ് അവിടെ സ്മോൾ സർക്കിൾ കൊടുത്തത്. സിമിലർലി -1നും -2ന്റെയും ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്തായിരിക്കും? -2. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. -2ന്റെയും -3ക്ക് ഇടയ്ക്ക് വരുന്ന എല്ലാത്തിന്റെയും ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്തായിരിക്കും? -3 ആയിരിക്കും അല്ലെ? -2.5 -3 അല്ലേ? അതനുസരിച്ച് പ്ലോട്ട് ചെയ്യാം. നെക്സ്റ്റ്, പോളിനോമിയൽ ഫംഗ്ഷൻ. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ? പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയോളൂ, എ ഫംഗ്ഷൻ f from
real number to real number defined by f of x equal to a0 plus a1x plus a2x square plus etc plus an x raised to n, where n is a non-negative integer. Very important. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആകണമെങ്കിൽ ഈ n എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഇന്റിജർ. n ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആകാൻ പാടില്ല, ഫ്രാക്ഷൻസ് വരാൻ പാടില്ല, അല്ലെ, ഇറാഷണൽ നമ്പറും വരാൻ പാടില്ല. എന്തായിരിക്കണം? റാഷണൽ നമ്പറും വരാൻ പാടില്ല. നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കണം. 0, 1, 2, 3, 4, 5 അങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ n ആയിട്ട് വരാൻ പാടുള്ളൂ. അത്തരം എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. വേർ a0, a1, a2 എക്സെട്ര an എന്താണ്? റിയൽ നമ്പേഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾസ് പറയാം. f of x equal to x square എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. x ക്യൂബ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. x square plus 2 അതൊക്കെ നിങ്ങൾക്കറിയാം. f of x equal to 3x cube minus 2x square plus 1 ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. f of x equal to 3x plus 1 ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അല്ലെ? ഇതിന്റെ ഡിഗ്രി എന്താണ്? 2. ഇതിന്റെ ഡിഗ്രി എന്താണ്? 3. ഇതിന്റെ ഡിഗ്രി എന്താണ്? 1. f of x equal to even 5 എന്ന് പറഞ്ഞാൽ പോലും അതെന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്, അതേസമയം പോളിനോമിയൽ ഫംഗ്ഷനാണ്. കാരണം ഇതിനെ ഇൻറ്റു എക്സ് റൈസ് ടു 0 എന്ന് എഴുതിക്കൂടെ? n എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, അങ്ങനെയാണ്. ഓക്കെ, സോ ഇതെന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും പോളിനോമിയൽ അല്ലാത്തതൊന്നുമില്ലേ എന്ന്. ഉണ്ടല്ലോ, ധാരാളം. നോക്കി നോക്കുക, ഇത് f1, f2, f3, f4 എന്നൊക്കെ കൊടുത്തോളൂ, വ്യത്യസ്തമായ ഫംഗ്ഷൻ ആയതുകൊണ്ട്. നെക്സ്റ്റ് നോക്കിക്കോ, f of x equal to x raised to 3/2 plus 5. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എക്സിന്റെ പവർ എന്ത് വന്നു? ഒരു റാഷണൽ നമ്പർ വന്നു. f of x equal to 1/x square ഇത് പോളിനോമിയൽ ആണോ? അല്ല. കാരണം ഇതെന്താണ്? x raised to -2 എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സോ ഇതെല്ലാം എന്തല്ല? പോളിനോമിയൽ അല്ലാത്തതിന് എക്സാമ്പിൾ ആണ്. ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കൊന്ന് പരിചയപ്പെടണം. സ്റ്റാൻഡേർഡ് പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് x square, x cube, x square plus 1, x square plus 2, x square minus 1 തുടങ്ങിയ ഗ്രാഫുകളെല്ലാം നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതെല്ലാം ഇവിടെ വരയ്ക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ അവസരത്തിലാണ് നമ്മൾ ടെക്നോളജിയിലേക്ക് പോകുന്നത്. മാത്തമെറ്റിക്സിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്താണ് നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് +1 ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ജിയോജിബ്ര. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ ജിയോജിബ്ര ഉപയോഗിച്ചാണ് നമ്മൾ മാത്തമെറ്റിക്സ് ലാബിലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ആ ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകളെല്ലാം ഒന്നുകൂടെ വിശദമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പോളിനോമിയൽ ഫംഗ്ഷൻസ് പരിചയപ്പെടാം. ആദ്യം കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to x square. അതിന്റെ ഗ്രാഫാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഗ്രാഫാണ്, ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഗ്രാഫ് f of x equal to x square. നമ്മുടെ അപ്പോൾ x square എന്ന് പറയുന്ന ഗ്രാഫ് എന്താണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഈ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒപ്പം ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്താലും ആ വാല്യൂ ഡിഫൈൻഡ് ആണ്, നമുക്ക് ഒരു വാല്യൂ കണ്ടെത്താൻ സാധിക്കും. therefore ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലെ ലോവർ പോർഷൻ എവിടെയാണ്? 0. അതിന്റെ y ആക്സിലുള്ള വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ഗ്രാഫ് y ആക്സ് അങ്ങ് എവിടെ വരെ പോകുന്നു? ഇൻഫിനിറ്റി വരെ പോകുന്നു. therefore റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ 0, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ x square എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0, ഇതിപ്പോ x square എങ്കിൽ എന്തായിരിക്കും x square plus 2 ഗ്രാഫ്? ഇതായിരിക്കുന്നു x square plus 2 ഗ്രാഫ്. x square എന്നാണ് ഇവിടെ 0 വെച്ചാൽ മതി അല്ലേ? ഒരു 2 അടി മേളിലോട്ട് കയറി. സോ x square plus 2. അപ്പൊ x square plus 1 എവിടെയായിരിക്കും? നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ വരും അല്ലേ? x square plus 1. x square plus 3 ആണെങ്കിൽ എങ്ങനെ വരും? x square plus 4 ആണെങ്കിൽ എങ്ങനെ വരും എന്ന ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇനി ഈ x square plus 2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? വീണ്ടും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ റേഞ്ച്? x square plus 2. ഞാൻ x square plus 2 ഗ്രാഫ് മാത്രം കാണിക്കാം. വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് x square plus 2. ഇതിന്റെ ഡൊമൈൻ R എന്ന് ഞാൻ പറഞ്ഞു. ഏത് റിയൽ നമ്പർ കൊടുക്കാം. പക്ഷെ കിട്ടുന്ന ആൻസർ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? y ആക്സിലെ വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 2 മുതൽ ഇൻഫിനിറ്റി വരെ. സോ ക്ലോസ്ഡ് ഇന്റർവൽ 2, വിച്ച് ഈസ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ x square plus 2. ഇതേപോലെ നിങ്ങൾക്ക് x square plus 1 ചെക്ക് ചെയ്യാം.
അല്ലേ, x² + 1 കണ്ടോ, ഒരടി മേളിലോട്ട് വന്നു, മേളിലോട്ട് പരാബോളിക് ഷേപ്പ്. ഡൊമൈൻ ക്യാപിറ്റൽ ആർ തന്നെ, റേഞ്ച് നിങ്ങൾ പറയും എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ 1, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിൽ ഇപ്പൊ x² + 1 പറഞ്ഞു, x² + 2 പറഞ്ഞു, എങ്കിൽ x² - 1 ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു ചിന്ത മനസ്സിലേക്ക് വരട്ടെ. കിട്ടിയല്ലോ, എങ്ങനെ? അതെ, ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നു അല്ലേ, നമ്മൾ 0 താഴോട്ട് വന്നു, -1. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് x² - 1? ഇതിന്റെ ഡൊമൈൻ എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്തായിരിക്കും? y ആക്സിൽ വാല്യൂ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? -1 മുതൽ മേലോട്ട് പോകുന്നു. സോ ക്ലോസ്ഡ് ഇന്റർവൽ -1, സിമിലർലി x² - 3 എങ്ങനെയായിരിക്കും? പെട്ടെന്ന് നിങ്ങളുടെ ചിന്ത മനസ്സിലേക്ക് വന്നില്ലേ? ഇതാ കിട്ടി. വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് x² - 3? ഇതിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, റേഞ്ച് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവൽ -3, അപ്പൊ x² ബന്ധപ്പെട്ട കുറേയധികം ഫംഗ്ഷൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഡൊമൈനും റേഞ്ചും ഗ്രാഫ് തന്നാൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ആണ് x³. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് x³? പലപ്പോഴും എക്സാമിനേഷന് ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇതിന്റെ ഗ്രാഫിന്റെ ഈ ഗ്രാഫ് തന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എന്താണ്, x³ എന്ന് എഴുതാൻ സാധിക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ ഡൊമൈൻ? നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും x³ വെൽ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ക്യാപിറ്റൽ ആർ. റേഞ്ച് എന്താണ്? y ആക്സിലെ വാല്യൂ, y ആക്സിലെ വാല്യൂ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഉണ്ട്. സോ അഗെയിൻ റേഞ്ചും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സോ x³ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പോളിനോമിയൽ ഫംഗ്ഷനുമായിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ നിർത്തുന്നു. നെക്സ്റ്റ് മോഡുലസ് ഫംഗ്ഷൻ. ഞാൻ ഓൾറെഡി മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. മോഡെക്സിന്റെ ഗ്രാഫ് ഇതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ x² വന്നപ്പോൾ x² + 1 ഒരടി മേളിലോട്ട് വന്നു. അപ്പോൾ ഇത് മോഡെക്സ് എങ്കിൽ മോഡെക്സ് + 1 ഗ്രാഫ്. ഒരു മിനിറ്റ്, അതിന് മുമ്പേ മോഡെക്സിന്റെ ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റേഞ്ച് എന്താണ്? 0 മുതൽ ∞ വരെ, ക്ലോസ്ഡ് ഇന്റർവൽ 0, നെക്സ്റ്റ് മോഡ് x + 1 ഇതായിരിക്കുന്നു. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ? മോഡ് x + 1 ഒരടി മേളിലോട്ട് കയറി. അപ്പൊ മോഡ് x + 2 എവിടെയായിരിക്കും? ഇവിടെ വെച്ച് ബെൻഡ് ചെയ്യും. മോഡ് x + 3 ഇവിടെ വെച്ച് ബെൻഡ് ചെയ്യും. പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഏത്? മോഡ് x + 1. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ എടുത്താൽ ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. സോ ഇതിന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് നേരത്തെ പറഞ്ഞല്ലോ 1 മുതൽ ∞ വരെ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 1, ഈസ് ദ റേഞ്ച് ഓഫ് മോഡ് x + 1. ഇനി മോഡ് x + 2 ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കറിയാം. മോഡ് x + 2 അതിന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 2, ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് മോഡ് x + 1 മോഡ് x + 2. എങ്കിൽ മോഡ് x - 1 ഗ്രാഫ് എങ്ങനെയായിരിക്കും? ചിന്ത മനസ്സിൽ വരണം. സോ ഒരു അടി താഴോട്ട്, അത്രേ ഉള്ളൂ. മോഡ് x - 1 ഇതിന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. റേഞ്ച് എന്തായിരിക്കും? പറഞ്ഞോ, ക്ലോസ്ഡ് ഇന്റർവൽ -1, ഇനി വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ വന്നാലും എഴുതാൻ സാധിക്കും. അടുത്തത് മോഡുലസ് ഓഫ് x + 1. ഈ ഫംഗ്ഷൻ എന്താണ്? മോഡുലസ് ഓഫ് x + 1. അതിന്റെ ഗ്രാഫ് എന്ത് വരും? അപ്പോൾ ഇത് മോഡ് x + 1 ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോരുത്. ഇതാണ് മോഡ് x + 1 ഇതാണ്. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഇതാണ്. മോഡുലസ് ഓഫ് x + 1. അപ്പൊ ഒരടി ലെഫ്റ്റിലോ, അതായത് x = -1, അപ്പൊ ലെഫ്റ്റിലോട്ട് മാറിയിട്ട് പിന്നെ ആ മോഡുലസിന്റെ ഷേപ്പ് വരും. സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് എന്താണ്? മോഡുലസ് ഓഫ് x + 1. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, അതുകൊണ്ട് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ഡൊമൈൻ അഗൈൻ എന്ത് ചെയ്യുന്നതാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്തായിരിക്കും? പറഞ്ഞോളൂ. ഇവിടം തൊട്ടല്ലേ നമ്മൾ എന്താണ്? y ആക്സിസിന്റെ വാല്യൂ ആണ്. y ആക്സിൽ എന്താണ്? 0 മുതൽ ∞ വരെ, അല്ല -1 എഴുതി കളയരുത്. എന്താണ്? y ആക്സിസിലെ വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ റേഞ്ച് എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന് നേരെ 0 മുതൽ ∞ വരെ. സോ ക്ലോസ്ഡ് ഇന്റർവൽ 0, ഇത് മോഡുലസ് ഓഫ് x + 1. എങ്കിൽ മോഡുലസ് ഓഫ് x + 2 എവിടെ വരും? വീണ്ടും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ എന്താണ്? ഇതാണ് മോഡ് x + 2. അത് മാത്രം കാണിച്ചു തരാം. മോഡ് x + 2 ഗ്രാഫ്. ഓക്കെ, സോ അഗൈൻ ഡൊമൈൻ എന്ത് ചെയ്യാനാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. റേഞ്ച് എന്ത് ചെയ്യാനാണ്? വീണ്ടും y ആക്സിലെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ എന്താണ്? ∞. കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിപ്പോ മോഡുലസ് ഓഫ് x + 1 മോഡുലസ് ഓഫ് x + 2. എങ്കിൽ മോഡുലസ് ഓഫ് x - 1 എന്തായിരിക്കും? മോഡുലസ് ഓഫ് x - 1 x = 1 ഒരടി ഇങ്ങോട്ട് മാറി. ഡൊമൈൻ ക്യാപിറ്റൽ ആറ്. റേഞ്ച് എന്താണ്? നിങ്ങൾ പറയും എന്താണ്? അഗൈൻ 0 to ∞. ഇതേപോലെ മോഡുലസ് ഓഫ് x - 2 ആണെങ്കിൽ അല്ലേ? ഈ മോഡുലസ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ജസ്റ്റ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഒന്നുകൂടെ മോഡുലസുമായി ബന്ധപ്പെട്ടുണ്ട്. മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരും? മൈനസ് മോഡ് എക്സ്, ഇത് കേട്ടോ. മൈനസ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരും?
മോഡ് എക്സ് എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ, മോഡ് എക്സ് അങ്ങോട്ടായിരുന്നു, നേരെ തിരിഞ്ഞു വരുന്നതാണ് മൈനസ് മോഡ് എക്സ്. വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് മൈനസ് മോഡ് എക്സ്. പലപ്പോഴും ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് എന്നിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അഗൈൻ ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ ആർ തന്നെയാണ്. റേഞ്ച് എന്താണ്? ആ 0 മുതൽ താഴോട്ടുള്ള വാല്യൂ, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി കോമ ക്ലോസ്ഡ് ഇന്റർവൽ 0 വരെയാണ് ഇതിന്റെ റേഞ്ച്. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ നെഗറ്റീവ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് അല്ലാത്ത റിയൽ നമ്പേഴ്സ് എന്നൊക്കെ പറയാം. കൺഫ്യൂഷൻ ആക്കണ്ട, മൈനസ് ഇൻഫിനിറ്റി കോമ 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ 0 എന്ന് എഴുതിയാൽ മതി. വിച്ച് ഈസ് ദ റേഞ്ച് ഓഫ് മൈനസ് മോഡ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പോളിനോമിയൽ ഫംഗ്ഷൻസ് പരിചയപ്പെട്ടു. ദെൻ എന്താണ്? മോഡുലസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഫോംസ് പരിചയപ്പെട്ടു. വ്യത്യസ്തമായ ഒത്തിരി ഗ്രാഫുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഒപ്പം അവയുടെ ഡൊമൈനും റേഞ്ചും എന്തൊക്കെയാണെന്ന് ഗ്രാഫ് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജിയോജിബ്ര ഉപയോഗിച്ച് വ്യത്യസ്തമായ ഗ്രാഫുകൾ പരിചയപ്പെട്ടു. ഒപ്പം ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫും അവയുടെ ഡൊമൈനും റേഞ്ചും നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ച ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.